ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഭയങ്കര ഈസി ആൻഡ് സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു DIY ആർട്ടായിട്ടാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളാണ്, എലഗൻറ്റും ആണ്, അതുപോലെ തന്നെ ഭയങ്കര ചീപ്പ് കോസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഈ ഒരു സാധനം എല്ലാവർക്കും പരിചയം ഉണ്ടാവുമല്ലോ. എന്തായാലും തുന്നണ ആൾക്കാർക്കൊക്കെ പരിചയം, തുന്നണ ആൾക്കാർ നല്ല സ്വാഭാവികമായിട്ട് നമ്മൾ നൂല് വാങ്ങുന്നവർക്കൊക്കെ ഈ ഒരു സാധനം പരിചയം ഉണ്ടാവും. നൂലിൻ്റെ ഉള്ളിലുള്ള ഒരു കാർഡ്ബോർഡ് റോളാണിത് കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഫെവിക്രിലിൻ്റെ മോൾഡിറ്റാണ്. ഫെവിക്രിലിൻ്റെ മോൾഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലേ, അതായത് സെറ്റ് ആവുന്ന ക്ലേ, നമ്മൾ സിമെന്റ് പോലെ സെറ്റ് ആവുന്ന ക്ലേ ആണ് കേട്ടോ. ഇത് രണ്ട് യൂസ് ചെയ്തിട്ടാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെയിനും അതിന് പാരിങ് ആയിട്ടുള്ളൊരു ഇയറിംഗും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇഷ്ടമായിട്ടുണ്ടാവും. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ അതുകൂടി പറയട്ടെ, ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. ഈ ഒരു കോമ്പിനേഷനിലെ സാധനം, അതായത് ഈ മഞ്ചാടിക്കുരു അതുപോലെ കുന്നിക്കുരു ഒക്കെ വെച്ചിട്ടുള്ള പെൻഡന്റും ഇയറിംഗും ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കണ്ട സമയത്ത് എനിക്കത് വാങ്ങിക്കുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത്യാവശ്യം എന്തായാലും ഇൻസ്റ്റയിൽ വരുന്ന സാധനത്തിൽ പോസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നോക്കി ചോദിച്ചാൽ നമുക്ക് DIY ആയിട്ട് എന്തുകൊണ്ട് ഇത് ചെയ്തുവിടാന്നൊരു തോട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയപ്പോൾ അതിലേറെ എനിക്കിഷ്ടമായി. കാരണം നമ്മൾക്ക് സ്വയം ഇത്രയും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ക്രാഫ്റ്റ് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ കമൻറ്റ് കൂടി ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റും ഒക്കെയാണ് എൻ്റെ അടുത്ത വീഡിയോയ്ക്കുള്ള ഒരു ഇൻസ്പിറേഷൻ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. ഇത് നമ്മൾ ഫെവിക്രിലിൻ്റെ മോൾഡിറ്റാണ് കേട്ടോ. ഈ ഒരു മോൾഡിറ്റ് നമുക്ക് എടുക്കണം. അതിൽ 2 പാക്കാണ് വരുന്നത്. ഫസ്റ്റ് പാക്ക് സെക്കൻഡ് പാക്കും കൂടി നമ്മൾ ഓപ്പൺ ചെയ്ത് നമുക്ക് വേണ്ട എമൗണ്ട് എടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കംപ്ലീറ്റ്ലി മിക്സ് ചെയ്യുന്നുണ്ട്, കാരണം എനിക്ക് ഇയറിങ്ങും പെൻഡൻറ്റും ഉണ്ടാക്കാനുള്ളതുകൊണ്ട്. അപ്പോൾ എനിക്ക് കംപ്ലീറ്റ് യൂസ് ആയിട്ടില്ല, കുറച്ച് ബാക്കി വന്നു കേട്ടോ. ബാക്കി വന്നാൽ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. പക്ഷേ ഇത് ഒരുപാട് ടൈം നമ്മൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അത് സെറ്റായി പോകും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്താവുമ്പോൾ ഇതിൻ്റെ ഒരു കളറൊക്കെ മാറി നല്ലൊരു ഇതിലായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ളൊരു എമൗണ്ട് അതിന് എടുത്തിട്ട് നമുക്ക് ഏത് രീതി ഷേപ്പിലാണോ വേണ്ടത് എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം പെൻഡൻ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് പെൻഡൻറ്റിന് ഒരു പരന്ന ഷീറ്റ് രൂപത്തിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അതിനത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ കയ്യിലുള്ളൊരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് റൗണ്ട് ഉരുട്ടാൻ പറ്റുന്ന എന്തും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം ആ കാർഡ്ബോർഡിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ പരത്തി കഴിയുമ്പോൾ ചിലപ്പോൾ അതിൽ സ്റ്റിക്കോണോ, അപ്പോൾ അതാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൗഡർ, നമ്മൾ നോർമൽ ടാൽക്കം പൗഡർ, നമ്മൾ മുഖത്തിടുന്ന പൗഡർ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ഞാൻ ഇതേപോലത്തെ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് പരത്തുന്നത്. നമ്മുടെ കയ്യിൽ ഉരുണ്ട ഷേപ്പിൽ എന്ത് വേണമെങ്കിലും എടുത്ത് പരത്താം കേട്ടോ. അപ്പോൾ ഞാനിതുപോലത്തെ ഒരു സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ കുൽഫിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ഇതുപോലെ ഷീറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു നൂലിൻ്റെ കാർഡ്ബോർഡ് ഉണ്ടല്ലോ, കാർഡ്ബോർഡ് റോൾ, അത് വെച്ച് നോക്കിട്ടോ. അപ്പോൾ എനിക്ക് ഏകദേശം എത്ര വേണമെന്ന് ഞാനൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഞാനത് ആവശ്യമുള്ള അത്ര എമൗണ്ട് എടുത്ത് കട്ട് ചെയ്ത് ബാക്കി ഒഴിവാക്കുകയാണ് കേട്ടോ. സൈഡ് ഭാഗം ഞാൻ കട്ട് ചെയ്യണില്ല, കാരണം ഞാൻ ആ റോളിൻ്റെ 2 വശത്തേക്കുമായിട്ട് അതൊന്ന് ഉള്ളിലേക്കാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു അവസാനം വരുന്ന ഭാഗം ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ 2 എൻഡിലും നമ്മൾ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു മെയിൻ പാർട്ട് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അതിൻ്റെ 2 ഹോൾസ് ഉണ്ടല്ലോ, അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പത്തിലൊരു മുത്ത് പോലെ ഞാൻ ബോൾസ് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അത്യാവശ്യം വലുപ്പത്തിൽ 2 ബോൾസ് ഉണ്ടാക്കുകയാണ്. ആ ഒരു ബോൾസ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഈ ഒരു 2 എൻഡിങ്ങും കവർ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതുപോലെ ഞാനത് കവർ ചെയ്യാണ്. ഇനി നമുക്ക് ഇതിനേക്കാൾ കുറച്ച് ചെറിയൊരു സൈസുള്ള മുത്ത് കൂടി 2 ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആ 2 മുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 സൈഡിലും മുത്ത് ഉണ്ടാക്കി അത് ഒരു ഈക്വൽ സൈസാക്കി ഉണ്ടാക്കാം കേട്ടോ, അല്ലെങ്കിൽ ഒരു അൺഈവനായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളെ കൈപ്പിടിയിൽ ഒരു ഈക്വൽ എമൗണ്ട് ആയിട്ട് എടുത്തിട്ട് 2 സൈഡിലും വെച്ച് കൊടുക്കും. അപ്പോൾ ഞാനിതുപോലെ മീഷോന്ന് കുറച്ച് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള കുറച്ച് എക്യുപ്മെൻറ്റ്സും കൂടി ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ചെറിയ കമ്പി ഉണ്ടായിരുന്നു, അത് അതിൻ്റെ കൂടെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. കാരണം അത് ഊരി വരൊന്നുമില്ല, സേഫ് തന്നെയാണ്. എന്നാലും ഒന്നും കൂടി സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതുപോലത്തെ തിന്നായിട്ട് വയേഴ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇങ്ങനത്തെ വയേഴ്സ് കുറേ എണ്ണം ഉണ്ടാക്കിയിട്ട് 3-4 ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിതൊന്ന് നമ്മുടെ
നമ്മൾ വെച്ച മുത്തിൻ്റെ ഭാഗം ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ജോയിൻറ്റിലൊരു ബൾജിങ് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ 2 സൈഡിലും ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ബാക്കി നമ്മൾ വരുന്ന ഈ ഒരു വയേഴ്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു വയേഴ്സ് യൂസ് ചെയ്തിട്ട് 2 എണ്ണം വെച്ചിട്ട് നമ്മളിങ്ങനെ പിരിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പിരിച്ച സാധനം ഉണ്ടല്ലോ നമ്മുടെ ലോക്കറ്റിൻ്റെ മുകൾ വശത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ സെയിം സാധനം കുറച്ചും കൂടെ അടിവശത്തായിട്ട് വെച്ച് കൊടുക്കാം. അതുപോലെ ഞാൻ ഈ ഒരു വെച്ച സാധനം ഫെവിക്കോൾ വെച്ച് ഒന്നും കൂടി ഇത് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി അതവിടെ സ്റ്റിക്ക് ഓൺ ആയിരിക്കും, പക്ഷെ നമ്മൾ പൗഡർ യൂസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ സ്റ്റിക്ക് ആവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി കുറച്ച് ഫെവിക്കോൾ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. ക്ലേ എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ലോക്കറ്റിൻ്റെ അടിയിൽ കുറച്ച് ബീഡ്സും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ തൂങ്ങിക്കിടക്കണതാണ് നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ കുറച്ച് ക്ലേ എടുത്തിട്ട് ഈക്വൽ എമൗണ്ട് ആയിട്ട് കട്ട് ചെയ്തിട്ട് റോൾ ഉണ്ടാക്കിയിട്ട് അതിന് ശേഷം നമ്മൾ ഇങ്ങനെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ അതൊരു കുറച്ച് ബോൾസ് ആക്കി മാറ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ ക്ലേയും അതായത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്ലേസൊക്കെ ബോൾസ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ 2 വലിയ ബോൾസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ലോക്കറ്റിൻ്റെ മുകൾ വശത്തായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു ഹൂപ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാലയുടെ ആ ഒരു നമ്മുടെ ചെയിൻ അതിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മുത്തുകളൊക്കെ ഞാൻ നമ്മുടെ ലോക്കറ്റിൻ്റെ അടിവശത്തായിട്ട് കംപ്ലീറ്റ്ലി നിരത്തി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അത് ഒട്ടിച്ച് തന്നെ കൊടുക്കണുണ്ട്. നമ്മൾ സാധാരണ വെക്കുന്ന രീതിയിൽ വെച്ചാലും സ്റ്റിക്ക് ഓൺ ആവും, പക്ഷെ നമ്മൾ ഒന്നും കൂടി സെക്യൂർ ചെയ്യാൻ വേണ്ടി ഫെവിക്കോൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ഫെവി ക്യുക്കൊക്കെ വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. ഇനി നമ്മൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കുകയാണ്. അത് നമ്മൾ ഈ ഒട്ടിച്ചിട്ടുള്ള നിരതരയായി ഒട്ടിച്ചിട്ടുള്ള ഒരു ബോൾസ് ഉണ്ടല്ലോ അതിൻ്റെ അടിയിലായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ ഒട്ടിക്കുമ്പോൾ ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇയറിംഗ് കൂടി സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം തിക്നെസ്സിലാണ് ഞാൻ പരത്തി എടുക്കുന്നത്. അതുപോലെ നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് അങ്ങനെയുള്ളൊരു അടപ്പ് എടുത്തതിന് ശേഷം നമുക്കത് ആ അടപ്പിൻ്റെ അളവിൽ അമർത്തി വെച്ചൊന്ന് കട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ഫെവിക്കോളിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് വേണ്ട ഒരു റൗണ്ട് വരുന്ന രീതിയിലുള്ള ഒരു അടപ്പ് ഞാൻ എടുത്തു. പിന്നെ അതുപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വട്ടത്തിൻ്റെ മുകളിലേക്ക് അത്യാവശ്യം കട്ടിയിൽ ഉരുണ്ട 2 പീസ് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഷേപ്പ്, ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഷേപ്പ്. ഇനി ഇതിന് അടിയിലേക്ക് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയ ചെറിയ മുത്തുകൾ ഉണ്ടാക്കിയിട്ട് ഒരു 5 മുത്ത് 2ൻ്റെയും അടിയിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഫെവിക്കോൾ വെച്ച് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നില്ലെങ്കിൽ ഒരു കമ്പി വെച്ചിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞു കുഞ്ഞു മുത്ത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഈ കമ്മലിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ കുഞ്ഞു മുത്തുകൾ നമ്മൾ ഈ ഒരു കമ്മലിൻ്റെ അടിവശത്തായിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഡ്രൈ ആവാൻ വയ്ക്കാം. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് പെയിൻറ്റ് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ. ഈ ഒരു പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ഇയറിങ്ങും അതുപോലെ തന്നെ ഈ ഒരു പെൻഡൻറ്റും കംപ്ലീറ്റ്ലി അല്ല പാർഷ്യലി കളർ ചെയ്യുന്നുണ്ട് കേട്ടോ. അടിയിൽ വരുന്ന കുഞ്ഞ് ബീഡ്സ് മാത്രം ഞാൻ റെഡ് ഷെയ്ഡാണ് കൊടുക്കുന്നത്. അതിൽ ഇയറിങ്ങിലും അതുപോലെ തന്നെ പെൻഡൻറ്റിലും ഞാൻ റെഡ് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതായി പെയിൻറ്റിങ്ങിന് ശേഷം നമുക്ക് നന്നായിട്ട് ഡ്രൈ ആകാൻ വെക്കാം കേട്ടോ. ഡ്രൈ ആയതിന് ശേഷം നമുക്കിതൊന്ന് അലങ്കോലപ്പണികളൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ കുറച്ച് മിറേഴ്സ് യൂസ് ചെയ്യണം കേട്ടോ. കുറച്ച് മിറേഴ്സ് മീഷോന്ന് മുമ്പ് നമ്മൾ വാങ്ങിച്ച് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഡയമണ്ട് ഷേപ്പ് എടുത്തിട്ടാണ് ഞാൻ നമ്മളെ പെൻഡൻറ്റിൻ്റെ ആ സെൻറ്റർ വരുന്ന പോർഷൻ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒരു ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വൈറ്റ് അക്രിലിക് യൂസ് ചെയ്തിട്ട് കുറച്ച് ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇയറിങ്ങിലും കുറച്ച് നമ്മളെ മിറേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ ഇയറിങ്ങിൽ കുറച്ച് ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തു വൈറ്റ്. പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് അത് മാറ്റിയിട്ട് നമ്മളെ മിറേഴ്സ് തന്നെ വെച്ച് പ്ലേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഡോട്ട്സ് മുകളിലും താഴേക്ക് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഇയറിങ്ങിൻ്റെ ബാക്കിൽ നമുക്ക് സ്റ്റഡ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും നമ്മൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സെറ്റിലുള്ളതാണ്. നമ്മളൊരു ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഫെവിക്വിക്ക് വെച്ചിട്ടും സെറ്റ് ചെയ്യാം.
ഇനി നമുക്ക് പെൻഡൻറ്റിന് വേണ്ടിയിട്ടുള്ള മുത്തുകൾ എടുക്കട്ടെ. അപ്പോൾ ഞാൻ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ബ്ലാക്കും ഗോൾഡനും അതുപോലെ തന്നെ റെഡും ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെയർ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ബ്ലാക്ക് ആദ്യം ഞാൻ ഗോൾഡനും റെഡും പിന്നെ ഗോൾഡൻ ബ്ലാക്ക് എന്ന രീതിയിലാണ് ചെയ്തത്. പിന്നെ എനിക്ക് തോന്നി അതിനെക്കാട്ടും ഒന്നും കൂടി നല്ലത് ഗോൾഡൻ റെഡ് ബ്ലാക്ക് വീണ്ടും ഗോൾഡൻ റെഡ് ബ്ലാക്ക് എന്നുള്ള രീതിയിൽ ചെയ്യാൻ വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തു. അപ്പോൾ ഇത് 2 സൈഡിലേക്കുള്ള ചെയിനും നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അറ്റം നമ്മൾ കെട്ടിട്ടിട്ടാണ് സെക്യൂർ ചെയ്യുന്നത് കേട്ടോ. 2 പ്രാവശ്യം കെട്ടിടുന്നുണ്ട്. ആ കെട്ട് രണ്ടും ഒരേ പൊസിഷനിൽ തന്നെ വരണം. അതായത് ഒന്ന് അവിടെ ഇവിടെ വരരുത്, ഒന്നിൻ്റെ മുകളിലായിട്ട് വേണം രണ്ടാമത്തെ കെട്ട് വീഴാനായിട്ട്. അതുപോലെ രണ്ടാമത് നമ്മൾ അറ്റത്ത് കെട്ടിടുന്ന സമയത്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വേണം കെട്ടിടാനായിട്ട്. എന്നാലും നമ്മളെ മാല നല്ല വൃത്തിയിൽ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ അവിടെ എവിടെ ആയി പോകരുത്. അപ്പോൾ ഞാനിത് അങ്ങനെ ആയ സമയത്ത് ഒന്ന് അഴിച്ചിട്ട് ശരിക്കും ആ കെട്ടിൻ്റെ മുകളിലേക്ക് തന്നെ ആയിട്ട് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഈ അറ്റത്ത് കുളത്ത് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മീഷോന്ന് വാങ്ങിച്ച അതേ സെറ്റിൽ തന്നെ അതിൻ്റെ കണ്ണിയും കുളത്തും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് തന്നെ ഒരു കണ്ണി ആദ്യം കെട്ടിയിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുളത്ത് പിടിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ കണ്ണികൾ മാത്രം വെച്ച് കൊടുക്കാം. നമുക്ക് എത്ര കണ്ണി വേണോ അത്രണ്ണം വെക്കാം. ഞാൻ ഒറ്റ ഒരെണ്ണേ വെച്ചിട്ടുള്ളൂ, കാരണം അത്യാവശ്യം ലെങ്ത്തിൽ ഞാൻ ത്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുത്ത ത്രെഡ് ഏതാണെന്ന് ഞാൻ പറയാൻ മറന്നുപോയി. നമ്മുടെ എംബ്രോയിഡറി ത്രെഡ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊരു 3 ലെയറായിട്ടാണ്. 3 ലെയർ മീൻസ് നമ്മൾ വാങ്ങിക്കുമ്പോൾ കട്ടിയിലുണ്ടാവുമല്ലോ ഒരുപാട് നൂലുകൾ ഒരുമിച്ച് വരണം. അങ്ങനത്തെ ഒരുമിച്ച് വരുന്ന 3 ലെയറായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര ലെങ്ത്ത് വേണോ, ഈ ലെങ്ത്ത് കുറച്ചൊരു മാലയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. ഞാൻ കുറച്ചൊരു ലെങ്ത്തിലുള്ള ഒരു മാലയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സാരിയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ കെട്ടിടുന്ന സ്ഥലത്ത് ഒന്ന് സെക്യൂർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നമ്മുടെ ഫാബ്രിക് ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫാബ്രിക് ഗ്ലൂ അല്ലെങ്കിൽ ഫെവിക്കോൾ ഏത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് തെല്ലത്തായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എക്സ്ട്രാ വിടാനൊന്നും പറ്റില്ലല്ലോ. നല്ല ക്യൂട്ടായിട്ട് ഭംഗിയായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ കറക്റ്റായിട്ട് ഇരിക്കില്ല. അപ്പോൾ കുറച്ച് ഗ്ലൂ തേച്ചിട്ട് അവിടെ നിന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു 2 എൻഡും നമ്മുടെ ലോക്കറ്റിലേക്ക് നമുക്ക് ആ 2 ഹൂപ്സ് ഉണ്ടല്ലോ അതിലേക്ക് വെച്ചിട്ട് കെട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ 2-3 കെട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ ഞാൻ കുറച്ച് ഫെവിക്കോളോ അല്ലെങ്കിൽ ഫെവിക്രില്ലോ എന്ത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടില്ലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ